കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ധനലക്ഷ്മി കൺമണി വന്നിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ ആകെ കലിതുള്ളുവാണ്. ഇത്ര നേരം എന്താണ് അവൾക്ക് ഇവിടെ ജോലി? ഇതൊന്നും ഇവിടെ ശരിയാകില്ല. കല്യാണത്തിന് മുമ്പ് അവൾ ജോലി രാജിവെക്കണമെന്ന് പറയാണ് ധനലക്ഷ്മി. ഇത് കേട്ട് ശ്രീനിക്ക് ആകെ വിഷമമാകുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കാര്യങ്ങൾ കുഴഞ്ഞു പറയുമെന്ന് അയാൾക്കറിയാം. കാരണം ശ്രീനിക്കും വരുണുമായുള്ള വിവാഹത്തിന് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ വരുണായുള്ള കല്യാണം കഴിഞ്ഞാൽ ജോലി കൂടി ഇല്ലെങ്കിൽ അവൾ ശരിക്കും വരുണിന്റെ കയ്യിലെ കളിപ്പാട്ടമാകുമെന്ന് ശ്രീനിക്കറിയാം. ധനലക്ഷ്മി ഇത് പറയുന്ന മനോജിന്റെ കൂടി അഭിപ്രായമാണെന്ന് തോന്നുന്നു. കാരണം അരികയിലെ ജോലി രാജിവെച്ചാൽ BR ഡിസൈനിൽ ജോലിക്ക് അയക്കാലോ എന്നുള്ള ഉദ്ദേശം മനോജിനുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് കൺമണി വിശന്നിരിക്കുകയാണെന്ന് അറിയാവുന്നതുകൊണ്ട് കൃഷി ഒരു കോഫി ഉണ്ടാക്കി കൺമണിക്ക് കൊണ്ടുകൊടുക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് വേണ്ടാന്ന് പറയാണ് കൺമണി. പെട്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞ് നിർബന്ധിച്ച് കോഫി കുടിപ്പിക്കുന്നുണ്ട്. കോഫി വായിലേക്ക് ഒഴിച്ചപ്പോൾ തന്നെ കോഫിയുടെ അവസ്ഥ അവൾക്ക് മനസ്സിലാകുകയാണ്. കൃഷ്ണ അവളുടെ മുഖഭാവം കണ്ട് കാര്യങ്ങൾക്ക് അത്ര പന്തിയില്ലെന്ന് തോന്നുകയാണ്. കൺമണി എന്നാലും കാര്യമാക്കാതെ കുടിച്ചപ്പോൾ വ്യൂമിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് കൃഷ് അത് പിടിച്ചു വാങ്ങി അവനും കുടിക്കുകയാണ്. എന്താണ് കൺമണി അങ്ങനെ ചെയ്തതിന്റെ അർത്ഥം എന്ന് അവന് പിടികിട്ടുകയാണ്. അവന്റെ മുഖഭാവം കണ്ട് അവൾ ആകെ ചിരിക്കുകയാണ്. അങ്ങനെ കൃഷ്ണനോടുള്ള അവളുടെ പിണക്കമൊക്കെ ആവിയാകാണ്. എന്നിട്ടത് വീണ്ടും കൺമണി വാങ്ങി ഞാനത് മുഴുവൻ കുടിച്ചോളാം. ഒരാൾ സ്നേഹത്തോടെ തന്നത് എത്ര മോശമാണെങ്കിലും അത് സന്തോഷത്തോടെ കഴിക്കണമെന്ന് പറഞ്ഞ് കോഫി മുഴുവൻ കുടിക്കുകയാണ്. പിന്നീട് മനോജിനോട് സുമിത്ര സംസാരിക്കുകയാണ്. ആ സമയം എന്റെ അനിയത്തിയുടെ ലൈഫ് ഞാൻ അവൾക്ക് വിട്ടുകൊടുത്തു എന്ന് പറയാണ് മനോജ്. എന്നിട്ട് വരുണായുള്ള കല്യാണം ഉറപ്പിച്ചെന്നും പറയാണ്. കല്യാണത്തിന് മുമ്പ് അവൾ ചിലപ്പോൾ അരികയിലെ ജോലി രാജിവെക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ മനോജിന് തന്റെ വാക്ക് പാലിക്കാനുള്ള തക്ക നല്ല സമയമാണിത്. അലികയിലെ ജോലി വിട്ടു കഴിഞ്ഞാൽ അവൾ BR ജോലിക്ക് കയറട്ടെ എന്ന് പറയാണ് സുമിത്ര. കോഫി കൃഷി കുടിക്കുന്നതിനിടയിൽ എങ്ങനെയുണ്ട് സാറെന്ന് ചോദിച്ച് അവൾ പൊട്ടിച്ചിരിക്കുമ്പോൾ കൃഷ് ചമ്മി ചൂളി നിൽക്കുകയാണ്. അങ്ങനെ കൊച്ചു കൊച്ചു മിണക്കത്തിലൂടെയും അവളുടെ മനസ്സ് ഒന്നാകുകയാണ്.